പനമരം കൽപ്പറ്റ റോഡരികിൽ മടക്കിമല മുതൽ പുളിയാർമല വരെയുള്ള ഭാഗങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. പട്ടാപ്പകൽ പോലും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോഴും അധികൃതർ ഇതൊന്നും കണ്ടമട്ട് കാണിക്കുന്നില്ല. സംസ്ഥാനപാതയിൽ മടക്കിമലയിലെ ഗവൺമെന്റ് LP സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ ഇരുഭാഗത്തും മാലിന്യം കുന്നുകൂടുകയാണ്. മടക്കിമല മുതൽ പുളിയാർമല വരെയുള്ള വിജനമായ 4 കിലോമീറ്ററോളം റോഡരികിൽ പലയിടത്തും മാലിന്യം തള്ളുന്നുണ്ട്. പഴക്കം ചെന്നതും അല്ലാത്തതുമായ വീടുകളിലെ മാലിന്യം, കുട്ടികളുടെ ഡയപ്പറുകൾ, നാപ്കിനുകൾ, ഇലക്ട്രിക് മാലിന്യം, മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തുടങ്ങി ഇവയുടെ പട്ടിക നീളും. മുരണിക്കര, വെള്ളമ്പാടി ഭാഗങ്ങളിലാണ് ഇവ കുന്നുകൂടുന്നത്. കാടുമൂടിയ ഭാഗങ്ങളിലും ചിലയിടത്ത് റോഡിൽ പോലും മാലിന്യം കാണാം. ചാക്കുകെട്ടുകളിൽ പതിവായി ഇവിടെ മാലിന്യം വന്നെത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വ്യവസായ സ്ഥാപനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ സ്ഥിരമായി തന്നെ ഈ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കാലാകാലങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു ഇതാണ്. നാറിയിട്ട് ഈ പ്രദേശങ്ങളിലുള്ള വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അടിയന്തരമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ക്യാമറ സ്ഥാപിച്ച് ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മുതൽ ഇതിൽ പോകുന്ന ആളുകളുടെ വരെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ആവശ്യമാണ്. ദിനം പ്രതി 10,000-കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നിനാണ് ഈ ദുരവസ്ഥ. മീൻ മാർക്കറ്റുകളിലെ മാലിന്യവും അറവ് മാലിന്യങ്ങളും ചാക്കുകളിലും കവറുകളിലുമായി നിക്ഷേപിക്കുന്നതിനാൽ ദുർഗന്ധം മൂലം ഇതുവഴി യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. രാത്രിയിലാണ് മാലിന്യം കൂടുതലായും വലിച്ചെറിയുന്നത്. നിരന്തരം നാട്ടുകാർ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ശാശ്വത പരിഹാരമായി CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനോടൊപ്പം കർശന നടപടികൾ സ്വീകരിച്ച പൊതുനിരത്തുകൾ മാലിന്യമുക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പനമരം.